അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൊതുപരീക്ഷ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ നടക്കാൻ പോകുന്ന 2024-25 പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് കുറച്ച് മോഡൽ ചോദ്യങ്ങളായിട്ടാണ് താരീഖിലെയും അഖ്ലാഖിലെയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. 1. മക്ക വിജയം നടന്ന വർഷം നിങ്ങൾക്കറിയുണ്ടാകും. ഏതാണ്? ഹിജറ 8ാം വർഷമാണ് മക്ക വിജയം നടന്നത്. ഫത്തുഹ് മക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഹിജറ വർഷം ഏതാണ്? ഹിജറ 11ാം വർഷത്തിലാണ് മഹാനായ നബി തങ്ങൾ വഫാത്താകുന്നത്. 3. ഖൈബർ ഉപരോധം നടന്ന വർഷം ഹിജറ 7ാം വർഷമാണ്. ഖൈബർ ഉപരോധം. 4. ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ്, അതായത് നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുക. ആ ഹജ്ജത്തുൽ വിദാ നടന്ന വർഷം ഏതാണ്? അത് ഹിജറ 10ാം വർഷമാണ്. മുകളിലിട്ട് കാണാം, ഹിജറ 10ാം വർഷം. 5. ഇമാം അബു ഹനീഫ റഹിമഹുല്ല, മഹാനായ ഇമാം അബു ഹനീഫ റഹിമഹുല്ല എന്നവർ ജനനം ഹിജറ 80ലാണ്. അദ്ദേഹം ജനിച്ചത് ഹിജറ 80ലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക. ഇനി 6. ഇമാം ഷാഫിഈ റഹിമഹുല്ല, മഹാനവറുകൾ ജനിക്കുന്നത്, മദ്ഹബിൻ്റെ ഇമാമിൽപ്പെട്ടവരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. മഹാനവറുകൾ ജനിക്കുന്നത് എന്നാണ്? 150ലാണ്, ഹിജറ 150. അപ്പം അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക. 7. സമാധാന സന്ധി, അതായത് ഹുദൈബിയ സന്ധി, അതേത് വർഷത്തിലാണ്? അത് ഹിജറ 9ാം വർഷത്തിലാണ് സമാധാന സന്ധി ഉണ്ടാവുന്നത്. ഇനി 8. ബദർ യുദ്ധം നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് യുദ്ധമാണ്. അത് ഹിജറ 2ാം വർഷം. 9. ഉഹദ് യുദ്ധം ഉണ്ടായതെന്നാണ്? ഞാവറ്റൊന്നെ ഉള്ളൂ. അതെ, ഹിജറ 3ാം വർഷമാണ്. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം യോജിച്ചത് ചേർക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴത്തേക്ക് എഴുതിയെടുക്കാം. നമുക്ക് ഈ പ്രവർത്തനം കുറച്ചൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. 1. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം അതേതാണ്? അൽ ഖത്ലു, കൊലപാതകമാണ്. ബ്രാക്കറ്റിൽ കാണാം, കൊലപാതകം. അതാണ് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം. 2. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ഡാഷ്. ബ്രാക്കറ്റിൽ കാണാം, ലജ്ജ. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. 3. ഡാഷ് ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. എന്താണത്? പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. 4. ഡാഷ് എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. ഏതാണത്? തൗബയാണ്. തൗബ എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. 5. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് ഡാഷ് ചെയ്യുക. പൂരിപ്പിച്ചു കൊടുക്കാം, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. 6. ഡാഷ് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അവിടെ എന്താണ്? ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും.
പ്രധാനപ്പെട്ട പൂയിപ്പിക്കാൻ വരുന്ന വരികളാട്ടോ. ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. 7 ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ്. അത് തൗബയാണ്. ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങൽ തൗബ. ഇനി അടുത്ത പ്രവർത്തനം ആര് പറഞ്ഞു, ഇനി ആരാണ് പറഞ്ഞത് എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ഒന്ന് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ. ഇത് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചിലപ്പോൾ ഇത് ആരോട് പറഞ്ഞു എന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണ്. ചിലപ്പോൾ സന്ദർഭം വിവരിക്കാനും വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? അത് മുഴുവനായിട്ടാണ് പാഠഭാഗത്തിലുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ നീര് വരുന്നത് വരെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പാപസുരക്ഷിതരായ ആങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഫല അബ്ദൻ ഷക്കൂറ, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമാകേണ്ടതില്ലയോ. വിവരിക്കാൻ വരുമ്പോൾ അത് മുഴുവനായിട്ട് എഴുതണം. 2 ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, കൽബിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. 3 എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. ഇത് ആര് പറഞ്ഞതാണ്? മഹദിയായ നബി തങ്ങളുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ഇനി വ്യക്തമാക്കാനുള്ള പ്രവർത്തനമാണ്. 1 ഇമാം അബു ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ്, മഹാനായ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സാണ് എഴുതാനുള്ളത്. ചിലപ്പോൾ ജനനായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ വഫാത്തായിരിക്കും. എങ്ങനെയാണെങ്കിലും അതൊക്കെ പഠിക്കണം. അവിടുത്തെ വയസ്സ് 64. 2 ഇമാം മാലിക് റഹ്മഹുല്ലാഹിൻ്റെ ജനന ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഹിജറ 95 ജനിച്ചിട്ടുള്ളത്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ്, നബി തങ്ങൾ വഫാത്താകുമ്പോൾ 63 വയസ്സാണ്. 4 ഇന്ന് രാത്രി ശക്തമായ കാറ്റടിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്ഥലം. എവിടെ വെച്ചിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്? ഇന്ന് രാത്രി ശക്തമായ കാറ്റടിക്കുമെന്ന് പറഞ്ഞത് അത് തബൂക്കിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അവിടെ ചിലപ്പോൾ തബൂക്കിൽ കാറ്റടിച്ച സമയത്ത് ഒരു വ്യക്തി പോയി വീണ സ്ഥലമുണ്ടല്ലോ, തൊയ്യ എന്ന പർവ്വതത്തിൽ. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅത്തത്തിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ എണ്ണം. മുഅത്തത്തിലേക്ക് മുസ്ലിം സൈന്യം 3000 പേരുണ്ട്. 6 ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം 14 പേരാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. 1 ഇന്നല്ലാഹ ഡാഷ് മാലം യുഗർഗിർ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ, അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കുക. 2 ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസു ഡാഷ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസു ലിബസത്തൽ മർഅതി വൽ മർഅതു തൽബസു ലിബസത്തൽ റജുലി, അതിൻ്റെ അർത്ഥം പഠിക്കണം. 4 മൻ യൽമൻ ഡാഷ് ലഹുൽ ജന്ന, അത് 2ാമത്തെ പാഠത്തിലാണ് നമ്മൾ പറയുന്നത്. 2ഓ 3ഓ തോന്നുന്നുണ്ട്. മൻ യൽമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന, മൻ യൽമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഇനി ഉത്തരം എഴുതാം. 1 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്തായിരുന്നു? ഉത്തരം എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. 2 ശുക്ർ എന്നാൽ എന്താണ്? എന്തിനാണ് ശുക്ർ എന്ന് പറയുക? ഗുണം ചെയ്തവന്
നന്ദി പ്രകടിപ്പിക്കുക. അതാണ് ശുക്ർ. അതിൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ശുക്ർ, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? നമ്മുടെ മുസ്ലിം ആക്കിയതിനാണ്. അതിനുള്ള ശുക്ർ എങ്ങനെയാണ് ചെയ്യുക? അത് പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും വിരോധിച്ച കാര്യം ചെയ്യാതിരിക്കലുമാണ് മുസ്ലിം ആക്കിയതിനുള്ള ശുക്ർ. ഇനി 3, പുരുഷന് സുന്നത്തായ വസ്ത്രം എന്തൊക്കെയാണെന്ന്. വെള്ള വസ്ത്രം, അതുപോലെ തലപ്പാവ്, ഖമീസ്, ഇതൊക്കെയാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. 4, നാവിൻ്റെ ദോഷങ്ങൾ ഏവ? നാവിൻ്റെ ദോഷങ്ങൾ ചിലപ്പോൾ അത് മുഴുവനായിട്ടും ചോദിക്കും, ചിലപ്പോൾ 2 ഉദാഹരണം മാത്രമേ ചോദിക്കുള്ളൂ. ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ, ഇതൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ്. 5, ഇഖ്ലാസ്. എന്തിനാണ് ഇഖ്ലാസ് എന്ന് പറയാം? ഒരമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ഇനി എണ്ണം എഴുതാം എന്നുള്ളതാണ്. 1, ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകൾ. എത്ര പേരാണ് ബദറിൽ കൊല്ലപ്പെട്ടത്? 70 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ബദറിൽ കൊല്ലപ്പെട്ട പ്രമുഖ ശത്രു അബൂജഹലാണ്. ചിലപ്പോൾ അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ചോദിക്കും. മുഅ്തദ് യുദ്ധത്തിൽ റോമൻ സൈന്യം എത്ര പേരുണ്ടായിരുന്നു? 2 ലക്ഷം പേരാണ് റോമൻ സൈന്യം ഉണ്ടായിരുന്നത്. 3, ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ 93 പേരാണ്. സ്വഹാബികൾ അവിടെ 15 പേരുമാണ് ഷഹീദായത്. 3, ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ 4, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബാക്കൾ. ഉഹദ് യുദ്ധത്തിൽ സ്വഹാബാക്കൾ 70 പേരാണ്. ഇതിൽ മഹാനായ നബി തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.